ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? എല്ലാവർക്കും ഓക്കെ? ഓക്കെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? അൻസിയ? ആ പറഞ്ഞോളൂ, എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആ, എന്തൊക്കെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ, എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചേ? എൽസി യൂസ് ചെയ്തിട്ടോ? അഭിഷേക് ഒന്ന് പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ, നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എന്താണ് എലിഫ്? നിങ്ങളോട് ഞാൻ ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്തേ? അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുക, ചെയ്തവര് യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇടുക. എന്നിട്ട് ഞാൻ പറയുന്ന ആള് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒന്ന് മെസ്സേജ് ഇട്ടേ. ഓക്കെ, ഏകദേശം എല്ലാരും അത് ചെയ്തിട്ടുണ്ട്. ഹസ്ന പറഞ്ഞേ, എങ്ങനെയാണ് ചെയ്തേ? ആ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നെസ്റ്റഡ് ഇഫ് ആണ് പഠിക്കാൻ പോകുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷനുള്ളിൽ മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇവിടുത്തെ കേസിൽ രണ്ട് കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് എ ഗ്രേറ്റർ ദാൻ 0യും പിന്നെ ഒന്ന് എ ഈക്വൽ ടു 0യും. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എ 0യേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എ 0 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ രണ്ടെണ്ണം അവിടെ വരുന്നുണ്ട്. സോ ഇതിനെ ഞാൻ രണ്ടാക്കി എടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഞാൻ രണ്ടാക്കി മാറ്റുവാണ്. അതിലൊന്നാണ് എ ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ഈക്വൽ പാർട്ട്, അല്ലെങ്കിൽ ഈക്വൽ പാർട്ട് അല്ല, ഈഫ് കണ്ടീഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത എൽസ് പാർട്ടിലുള്ള ഈ ഒരു കണ്ടീഷൻ വേണം വർക്ക് ചെയ്യാനായിട്ട്. പ്രിന്റ് ഓഫ് നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ നടന്നതൊന്നുമില്ല. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു, എന്നിട്ട് കണ്ടീഷൻ കൊടുത്തു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോ അതിനെ തന്നെ ഞാൻ രണ്ടായിട്ട് എടുത്തു. ഒന്ന് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ എൽസ് പാർട്ടിൽ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അതാണ് ഇതിന്റെ ഇഫ് പാർട്ട്. അല്ലെങ്കിൽ എ ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. സോ അത് മെയിൻ ഇഫിന്റെ എൽസിലായിട്ട് ഞാൻ കൊടുക്കുന്നു. അതായത് ഈ ഇഫിന്റെ എൽസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു, ഇവിടെ എൽസ് ആയിട്ട് കൊടുക്കുന്നു 0. ഓക്കെ,
സോറി, അങ്ങനല്ല വരുന്നത്, തിരിഞ്ഞു പോയി ഇവിടാണ് സീറോ വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം, അതനുസരിച്ച് നമുക്ക് എന്നിട്ട് മാറ്റാം. സീറോ, അതായത് ഇവിടെ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ ആയിരിക്കുമല്ലോ. സോ ആ കണ്ടീഷൻ അവിടെ കൊടുത്തു. ഇനി ആദ്യത്തെ ഇഫിന് നേരെ നെഗറ്റീവ് നമ്പർ കൂടി കൊടുക്കും. റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പോസിറ്റീവ് നമ്പർ എന്നായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -10 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്നായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു ഇഫ് കണ്ടീഷനുള്ളിൽ മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നത്. ഇഫ് ആണെങ്കിൽ എന്തായാലും അവിടെ എൽസ് പാർട്ടും കാണും. സോ ഇതിന്റെ കൂടെ തന്നെ എൽസും വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലൂപ്പ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂപ്പ് എന്താണ്? അറിയാവുന്നവര് പറഞ്ഞേ. ഓക്കെ, ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെ, റിപ്പീറ്റ് ഓവർ എ സീക്വൻസ് ഓഫ് വാല്യൂസ്. നമ്മൾ പറയുന്ന വാല്യൂസ് നമ്മൾ എത്ര കണ്ടീഷൻസ് കൊടുക്കുന്നു അതുവരെ അത് ഓവർ സീക്വൻസ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതായത് ലൂപ്പ് യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ലൂപ്സ് തന്നെ നമുക്ക് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് മെയിൻലി പൈത്തണിൽ പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പ് തന്നെ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഈ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ഇത്ര നമ്പർ തൊട്ട് ഇത്ര നമ്പർ വരെ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പിൽ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. റേഞ്ച് ഫംഗ്ഷൻ, അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കാം. സിന്റാക്സ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ച് ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, ലൂപ്പില് ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫോർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് കൊടുക്കേണ്ടത്. സോ വേരിയബിൾ നെയിം കൊടുക്കുക, ഫോർ കൊടുക്കുക. ദെൻ വേരിയബിൾ നെയിം എന്താണോ അത് കൊടുക്കുക. ദെൻ ഇൻ കൊടുക്കുക. ഇൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. ഈ കീവേഡ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉണ്ടോ ഇല്ലോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ റേഞ്ച് കൊടുക്കുക. റേഞ്ച്, ഇന്ന്, ഫോർ ഇതെല്ലാം കീവേഡ് ആണ്. ഇവിടുത്തെ കേസിൽ വേരിയബിൾ നെയിം മാത്രമേ ഉള്ളൂ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്. ബാക്കി എല്ലാം ഇവിടുത്തെ എന്താണ്, കീവേഡ്സ് ആണ്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ഫസ്റ്റ് കൊടുക്കുക, സ്റ്റോപ്പ് സെക്കൻഡ് കൊടുക്കുക, സ്റ്റെപ്പ് തേർഡ് കൊടുക്കുക. മൂന്ന് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഇത് മൂന്നും പാസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യത്തത് രണ്ടെണ്ണം ആണെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ സ്റ്റാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ, നമ്പേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റിജേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഏതൊരു നമ്പറിന്റെയും സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആ നമ്പർ എൻഡിങ്, അതായത് എവിടം വരെ നമുക്ക് വേണം എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ നമ്പർ പ്രിന്റ് ചെയ്യുന്നതനുസരിച്ച് എത്ര വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, അതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഫുൾ കോളൻ കൊടുക്കുക. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഫോർ കൊടുക്കുക, വേരിയബിൾ നെയിം, ഇൻ, റേഞ്ച് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. അപ്പം എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രോഗ്രാം എടുക്കുവാന്ന് വിചാരിക്കാം. ഇപ്പൊ എനിക്ക് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് 1 to 10 നമ്പേഴ്സിന് എനിക്ക് പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, പ്രിന്റ് 1 to 10 നമ്പേഴ്സ്. ഇത്രയും നമ്പേഴ്സിനെ എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് അത് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് അത് പ്രിന്റ് ചെയ്യാം. സോ സിന്റാക്സ് നിങ്ങൾ നോക്കുക. സിന്റാക്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്ത് ചെയ്യുക, ഫോർ കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ഫോർ കൊടുത്തു. ദെൻ വേരിയബിൾ നെയിം ആണ് കൊടുക്കുന്നത്. പൊതുവെ ലൂപ്സിനൊക്കെ നമ്മൾ ഐ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഐ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഐ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ ഐ കൊടുക്കുവാണ്. ഫോർ ഐ ഇൻ കൊടുക്കുന്നു, ഇൻ കൊടുക്കുന്നു. ഈ ഐയും സോറി ഫോറും ഇൻ എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. സോ ഫോറും ഇന്നും കൊടുത്തു. ഫോർ ഐ ഇൻ, ദെൻ റേഞ്ച് കൊടുക്കുന്നു. റേഞ്ച് എന്ന് പറയുന്നത് കീവേഡ് ആണ്. റേഞ്ച് കൊടുത്തു. ദെൻ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ആണ്. സ്റ്റാർട്ടിംഗ് വാല്യൂ ഞാൻ 1 കൊടുത്തു, കോമ സ്റ്റോപ്പ് എവിടം വരെയാണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. എനിക്ക് 10 വരെ വേണം. സോ ഞാൻ 10 കൊടുക്കുന്നു. പക്ഷേ ലൂപ്പ് 10 കൊടുത്താൽ 10 മൈനസ് 1 9 വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. സോ 10 വരെ കിട്ടണമെങ്കിൽ 11 കൊടുക്കുക. അതിന്റെ ആ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലാസ്റ്റ് നമ്പർ എന്താണോ കൊടുക്കുന്നത് അത് -1 ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ 11 കൊടുത്തു. ദെൻ സ്റ്റെപ്പ് ആണ്, അതായത് ഓരോ നമ്പറും എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 കൊടുത്തു. 1 കൊണ്ട് എനിക്ക് ഇൻക്രിമെന്റ് ചെയ്താൽ മതി. അപ്പോ ഈ ഓട്ടോമാറ്റിക്കലി അത് 1 കൊണ്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 1 എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ഓട്ടോമാറ്റിക്കലി അത് ഇൻക്രിമെന്റ് ആയിക്കോളും. ഓക്കെ, ദെൻ പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ഓഫ് ഐ.
ഐ അല്ലേ വേരിയബിൾ നെയിം, സോ ഐ വിളിക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോഴേക്കും 1 to 10 നമ്പേഴ്സിന് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ മൂന്നാമത്തെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ ഞാൻ 1 കൊടുത്തില്ലേ, അത് 1 ആണ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ 1 കൊടുക്കേണ്ട ആവശ്യമില്ല. Okay. അത് ഓട്ടോമാറ്റിക്കലി 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തോളും. അതല്ല 2 എല്ലാമാണ് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം, 2 കൊടുക്കണം. ഇപ്പൊ ഞാൻ 0 തൊട്ടാണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ 0 കൊടുത്തു. 0 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് ആണ് വേണ്ടെങ്കിൽ ഞാൻ 100 കൊടുക്കുന്നു. ഓരോ നമ്പറും എനിക്ക് 5 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ 5 കൊടുത്തു. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്ത് നോക്കുമ്പോൾ 95 നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. കണ്ടോ, 0 കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് വാല്യൂ, സെക്കൻഡ് കൊടുക്കുന്നത് എൻഡിങ് വാല്യൂ, ആൻഡ് തേർഡ് കൊടുക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് ആണ്. ഓക്കെ അല്ലേ? കണ്ടോ, ഇപ്പൊ നമ്മൾ 5 വെച്ചിട്ട് നമുക്ക് ഒരു നമ്പർ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ചെയ്ത് നോക്കുക. സിൻടാക്സ് ഉൾപ്പെടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാര്യം ഉറപ്പായിട്ടും പിന്നീട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ. സോ നോട്ട് ചെയ്യുക.
Please respond. Okay. 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 എനിക്കിപ്പോ ഇവൺ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്ത് കിട്ടണം എന്ന് വിചാരിക്കും. ഞാൻ എന്തായിരിക്കും കൊടുക്കേണ്ടത്? ഒരാൾ പറഞ്ഞതാ, അഭിഷേക്. ഞാൻ എങ്ങനെ ചെയ്യണം? എങ്ങനെ ഞാൻ ഫോർ ലൂപ്പിൽ പ്രിന്റ് ചെയ്യിക്കും? ഇവൺ നമ്പേഴ്സ് 1 to സോറി 0 to 10 ഇവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണെന്ന് ഞാൻ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ 0 കൊടുക്കുക, കോമ. ദെൻ എന്താണ് എൻഡിങ് വാല്യൂ 10 ആണ്, സോ 11 കൊടുക്കുക. സോറി 12 കൊടുക്കുക, കോമ. ദെൻ ഇൻക്രിമെന്റേഷൻ 2 ആണ്, സോ 2 കൊടുക്കുക, ഫുൾ കോളൻ. ദെൻ പ്രിന്റ് ആയി കൊടുക്കുക. അപ്പൊ നമുക്ക് ഈവൺ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. റൺ ചെയ്ത് നോക്കുക. അപ്പൊ അതേ നമുക്ക് 0 to 10 ഈവൺ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാനോ? അടുത്ത ആള് പറഞ്ഞേ എന്ത് ചെയ്യും? പറഞ്ഞേ 1 to 11 അല്ലെങ്കിൽ 10 ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ എന്ത് ചെയ്യും? അൻസിയ എന്തായിരിക്കും കൊടുക്കണ്ടേ? ഫോർ ഐ ഇൻ റേഞ്ച് ആ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണോ? ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണെങ്കിൽ ഓക്കെ, 0 കൊടുക്കുന്നു. ദെൻ 0, ഓക്കെ 1 കൊടുക്കുക. ദെൻ എനിക്ക് 11 വരെ വേണം, സോ 11 കൊടുത്തു, കോമ. ഇൻക്രിമെന്റേഷൻ എത്ര വരും? ഇൻക്രിമെന്റേഷൻ കൂടി പറഞ്ഞോളൂ. അതായത് സ്റ്റെപ്പ് എത്ര വരും? 1 അല്ല 2 ആണ് വരുന്നത്. സാധാരണ തെറ്റിപ്പോകുന്നത് എല്ലാവർക്കും 1 ആണെന്ന് വിചാരിക്കും. പക്ഷെ സ്റ്റാർട്ടിംഗ് വാല്യൂ നമ്മൾ 1 കൊടുത്ത് വീണ്ടും നമ്മൾ ഇൻക്രിമെന്റേഷൻ 1 കൊടുത്താൽ 1+1 2, 2+1 3, 3+1 4 അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് അങ്ങനല്ല വേണ്ടത്, നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യണം? 2 കൊടുക്കുക. അപ്പൊ 1+2 3, 3+2 5 അങ്ങനെ പോകും. അങ്ങനെ നമുക്ക് 11 ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. അൻസിയ മ്യൂട്ട് ചെയ്തോളൂ. അൻസിയ മ്യൂട്ട് ചെയ്തേക്കെ. പ്രിന്റ് ഓഫ് ഐ വിളിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 1 to 11 ഓഡ് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്ത് കിട്ടും. നിങ്ങൾ കൊടുക്കുമ്പോൾ ഐ മാറ്റി എക്സ് എ എന്നൊക്കെ കൊടുത്ത് ചെയ്യണേ. ഫോർ ലൂപ്പിന്റെ വേരിയബിൾ നെയിം ഐ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ചെയ്ത് നോക്കുക ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പേഴ്സ്.
ഓക്കെ അല്ലേ എല്ലാരും? ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയുക. ഇപ്പൊ നമ്മള് ഇന്റിജേഴ്സ് യൂസ് ചെയ്തിട്ട് റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഫോർ ലൂപ്പ് ചെയ്തത്. ഇനി വിത്തൗട്ട് റേഞ്ച് ഫംഗ്ഷനിൽ സ്ട്രിങ് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു വേരിയബിൾ എടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എൻ്റർ ചെയ്യുവാണ്. ആപ്പിൾ. ഓക്കെ. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ കുറച്ച് ഫ്രൂട്ട്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൂട്ട്സ് വൺ ബൈ വൺ ആയിട്ട് എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിന് ഞാൻ എന്ത് യൂസ് ചെയ്യും? ഫോർ ലൂപ്പ് അല്ലാതെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണമായിരുന്നു? പ്രിന്റ് എ കൊടുക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. മൾട്ടിപ്പിൾ എലമെന്റ്സ് സിംഗിൾ വേരിയബിൾസിൽ കൊടുക്കുന്നതിനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ആണ്. ലിസ്റ്റിലാക്കി എ എന്ന് പറഞ്ഞ വേരിയബിൾ കുറച്ച് ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഓരോ എലമെന്റ്സ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി ഫോർ കൊടുക്കുക. ഫോർ ഐ ഞാൻ മാറ്റുന്നു, എക്സ് കൊടുക്കുന്നു. ഫോർ എക്സ് ഇൻ കൊടുക്കുക. നേരത്തെ നമ്മൾ ഇന്റിജർ എന്തായിരുന്നു കൊടുത്തേ? ഫോർ ഐ ഇൻ റേഞ്ച്, എന്നിട്ട് അതിലായിരുന്നു നമ്പേഴ്സ് കൊടുത്തത്. ഇവിടുത്തെ കേസിൽ റേഞ്ച് ഫംഗ്ഷന്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ നമ്പേഴ്സ് അല്ല ചെയ്യുന്നത്, ഇന്റിജേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഓൾറെഡി ഇന്റിജേഴ്സ് സോറി ഓൾറെഡി ആ സ്ട്രിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവരെ പ്രിന്റ് ചെയ്യാനായിട്ട് ഫോർ എക്സ് ഇൻ എ കൊടുത്താൽ മതി. അതായത് എയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന എല്ലാരെയും പ്രിന്റ് ചെയ്യിക്കുക. സോ ഫോർ എക്സ് ഇൻ എ കൊടുക്കുക, എന്നിട്ട് പ്രിന്റ് എക്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓരോ ഈ എ എന്ന് പറയുന്ന എലമെന്റിലെ ഓരോ എലമെന്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് ആൻഡ് ബനാന, അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. കണ്ടോ? എന്തും ആയിക്കോട്ടെ നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതിപ്പോ ഞാൻ കൊടുത്ത ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആയിട്ടല്ലേ. ഞാനിപ്പോ ഇനി ഒരു നമ്പറിൽ കൊടുക്കുമെന്ന് വിചാരിക്കുക. അതെ, പി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഒറ്റയായിട്ട് കൊടുക്കുക. ഹലോ വേൾഡ് എന്ന് കൊടുക്കുമെന്ന് വിചാരിക്കുക. ഹലോ വേൾഡ് എനിക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കണം. താഴെ താഴെ ഈ എല്ലാ ലെറ്റേഴ്സും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ഐ കൊടുക്കുവാണ് ഞാൻ. ഫോർ ഐ ഇൻ ബി കൊടുത്താൽ മതി. ഫോർ ഐ ഇൻ ബി കൊടുക്കുക, ദെൻ പ്രിന്റ് ഓഫ് ഐ കൊടുക്കുക. അപ്പൊ നമുക്ക് ബിയിലുള്ള എല്ലാരെയും റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ. റൺ ചെയ്ത് നോക്കാം. അപ്പൊ HELLO അങ്ങനെ ഓരോരോ ലെറ്റേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ബി എന്ന് തന്നെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ബി എന്ന് കിട്ടിയത്. ഐ കൊടുക്കുക. ഐ കൊടുക്കാവുള്ളൂ. ഫോർ ലൂപ്പിന്റെ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ്. ഫോർ ലൂപ്പ് ഐ ആണ്. സോ നമുക്ക് ഓരോ ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ. ഓരോ ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നു. ഇത് രണ്ടും കൂടി ചെയ്ത് നോക്കുക. വിത്തൗട്ട് റേഞ്ച് ഫംഗ്ഷനിൽ സ്ട്രിങ്സ് യൂസ് ചെയ്ത് എങ്ങനെയാ പ്രിന്റ് ചെയ്യുന്നത്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ലിസ്റ്റില് ഇൻഡെക്സ് 0 തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് എക്സ് ഓഫ് 0. 0th പൊസിഷൻ ഏതാന്ന് നോക്കാം. ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ലിസ്റ്റില് 0th കേസിൽ വരുന്നത് സോറി എ ആയിരുന്നേ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡ്സ് വെച്ചിട്ട് അപ്പൊ തന്നെ അങ്ങ് ചെയ്ത് നോക്കുക. എ ഓഫ് 0 കൊടുക്കുവാണെങ്കിൽ നമുക്ക് 0th എലമെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. 6th എലമെന്റ് ആണ് ആപ്പിൾ. സോ ആപ്പിൾ പ്രിന്റ് ചെയ്ത് കിട്ടും. കണ്ടോ? അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അങ്ങ് ചെയ്ത് നോക്കുക. ഓക്കെ. ഇതും കൂടി ചെയ്യുക.
ഓക്കെ ആണോ? കംപ്ലീറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ. ഓക്കെ. ദെൻ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടെന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ആയിക്കോട്ടെ. ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. എല്ലാരും ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്ന ആളൊന്നും പറയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഫോർ ലൂപ്പ് പഠിച്ചു, ഇഫ് കണ്ടീഷൻ പഠിച്ചു. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ പറ്റുമോ എന്ന്. കംപ്ലീറ്റ് ചെയ്തോ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയോ? ജസ്റ്റ് ഒരു 3 ലൈൻസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 1 to 10 തന്നെ. 10 എന്ന് പറയുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 10 നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. n എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നിങ്ങൾ ഏത് ടേബിളിലാണോ കണ്ടുപിടിക്കുന്നത് അത് കൊടുക്കുക. എനിക്കിപ്പോ 10ന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഞാൻ 10 കൊടുത്തു. എന്നിട്ട് ഫോർ ലൂപ്പിൽ കൊടുക്കുക ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11. അതായത് 1 to 10 വരെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 to 11 കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യുക? ദെൻ നമ്മൾ പ്രിന്റ് ചെയ്ത് വരുന്ന ഫോർമാറ്റ് ആണ് ശ്രദ്ധിക്കുന്നത്. പ്രിന്റ് ചെയ്ത് എങ്ങനെയാണോ വരേണ്ടത് അത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ n വരണം. സോ n എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ ഇവിടെ എല്ലാം 10 അല്ലേ വന്നിരിക്കുന്നത്. അതെന്താ? സ്റ്റാർട്ടിങ്ങിൽ ഞാൻ n കൊടുത്തു. എന്നിട്ട് കോഡ്സിൽ എക്സ് കൊടുത്തു. അതായത് ഇൻറ്റു ആയിട്ട് കൺവേർട്ട് ഇൻറ്റു ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് കൊടുത്തു. അത് കോഡ്സിൽ കൊടുത്തു. എന്നിട്ട് ഒരു കോമ ഇട്ടു. കോഡ്സും വേരിയബിൾസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കോഡ്സിന് അപ്പുറം ഇപ്പുറം ഞാൻ കോമ ഇട്ടത്. ദെൻ ഐയുടെ വാല്യൂ 1 to 10 വരെ പോവും. സോ 1 to 10 വരെ പോയി. കണ്ടോ? സെക്കൻഡ് ഐയുടെ വാല്യൂ 1 to 10 പോയി. അത് കഴിഞ്ഞ് ഈക്വൽ ടു എനിക്ക് വേണം.
ഈക്വൽ ടു ഞാനിവിടെ കോഡ്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രിന്റ് ചെയ്ത് വരാനാണ്. സോ അതേപോലെ പ്രിന്റ് ചെയ്ത് വന്നു. ദെൻ എൻ ഇൻറ്റു ഐ, അതായത് എൻ ഇൻറ്റു ഐ. ഫസ്റ്റ് എന്നിന്റെ വാല്യൂ 10, ഐയുടെ വാല്യൂ 1 ആയിരുന്നു. അപ്പൊ 10 ഇൻറ്റു 1 10 തന്നെ. പിന്നെ ഐയുടെ വാല്യൂ 2 ആകും, 3 ആകും, 4 ആകും, അങ്ങനെ 10 വരെ ആകും. ഓരോ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്ന അനുസരിച്ച് എന്നും ഐയും കൂടി എന്താവും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, 10, 20, 30, 40, 50, 60 അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. Clear? ഇതിനാണ് നമ്മൾ 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. കംപ്ലീറ്റ് ചെയ്തവരും മെസ്സേജ് അയക്കുക. യെസ് എന്ന്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്തിട്ട് വരിക. ഇപ്പൊ തന്നെ ചെയ്യുക. ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പേപ്പർ കണ്ടുപിടിച്ച പോലെ തന്നെ ഫസ്റ്റ് 10 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക യൂസിങ് ഫോർ ലൂപ്പ്. ഓക്കെ, ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്താൽ മതി. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. ഫസ്റ്റ് 10 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് 10 നമ്പേഴ്സിന്റെ സമ്മ്. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. താങ്ക് യു. മനസ്സിലായില്ല. ഫോർ ലൂപ്പിൽ എന്ത് മെത്തേഡ്? അതെ അതെ, ബാക്കി നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഇതാണ് രണ്ട് രീതി. ഡയറക്റ്റും യൂസ് ചെയ്യും, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യും. ഓക്കെ.